ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ നായരുടെ ആശങ്ക കണ്ട പിള്ളച്ചേട്ടൻ രാഘവൻ നായരെ ആശ്വസിപ്പിച്ചു. സാരമില്ല സാറേ, വെറുതെ ഇരുന്ന് ഇതെല്ലാം ആലോചിച്ച് നമ്മുടെ ആരോഗ്യം കളയേണ്ടതില്ല. എന്തായാലും തൽക്കാലം വിഷ്ണു കുഞ്ഞ് ഇവിടെ ഇല്ലല്ലോ, അതെന്തുകൊണ്ടും നന്നായി. ഇനി കുഞ്ഞു വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും അയാളുടെ രീതിയെന്ന് പറയാനാവില്ല. അതുപോലെയാണല്ലോ ആ ചന്ദ്രബോസ് സാറിന് നമ്മുടെ ഈ കുടുംബത്തോടുള്ള വിരോധം. എന്തായാലും ഇനി അതൊന്നും ഓർത്ത ടെൻഷൻ ആവണ്ട സാറ്. തൽക്കാലം സാറ് സമാധാനത്തോടെ ഭക്ഷണം കഴിക്കും. കുട്ടികൾ പോയിട്ട് വന്നു കഴിയുമ്പോൾ ഇതിനൊരു തീരുമാനം അവർ തന്നെ ഉണ്ടാക്കിക്കോളും എന്ന് പിള്ളച്ചേട്ടൻ രാഘവൻ നായരെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ചന്ദ്രബോസും മറ്റ് കുറച്ച് പോലീസുകാരും കൂടി വീട്ടിലേക്ക് വന്നെത്തി. വണ്ടി വന്ന് നിന്നത് കണ്ട് രാഘവൻ നായരും പിള്ളച്ചേട്ടനും ആകെ ആശങ്കയോടെ നോക്കി. ഇതാ പോലീസുകാരാണല്ലോ എന്ന ആശങ്ക അവരുടെ മുഖത്ത് നിഴലിച്ചു. ഉടനെ തന്നെ രാഘവൻ നായര് അവിടെ ഉമ്മർത്തിരിക്കുന്നത് കണ്ട് ചന്ദ്രബോസ് വളരെ സന്തോഷത്തോടെ വേഗം ആ ഉമ്മറത്തേക്ക് കയറി വന്നു. എന്നിട്ട് ആ സിറ്റൗട്ടിലേക്ക് ഇരുന്നിട്ട് ചോദിച്ചു, എന്താണ് രാഘവൻ നായരെ, എന്തിയെ തന്നെ മകൻ? അവനെക്കുറിച്ച് ഒരു വിവരമില്ലല്ലോ. അവനിവിടെ ഉണ്ടോ? അവൻ ഒരു പാവപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് 10-30 പവൻ അവൻ തട്ടിയെടുത്തു. അതിന്റെ അന്വേഷണ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്താ, അവനെങ്കിൽ വിളിക്കേ, ഞാൻ അവനോട് ചോദിക്കട്ടെ അവൻ അതെവിടെയാ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന്. ഇതെല്ലാം കേട്ടതും ഉടനെ രാഘവൻ നായർ പറഞ്ഞു, ഇല്ല സാറേ, അങ്ങനെയൊന്നും എൻ്റെ മോൻ ചെയ്യില്ല. ഇത് അവർക്കെന്തോ അബദ്ധം പറ്റിയതാ, അല്ലാതെ വിഷ്ണു ഒന്നും അങ്ങനെ ഒരിക്കലും ചെയ്യില്ല സാറേ എന്ന് പറയുമ്പോൾ രാഘവൻ നായർ നേരെ തിരിഞ്ഞ് ദേഷ്യത്തോടെ ചന്ദ്രബോസ് പറഞ്ഞു, അതെ, താൻ ആരോയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നത്? വിഷ്ണു എന്ന് പറയുന്നവൻ എന്താണെന്നും അവന്റെ പ്രവൃത്തികൾ എന്താണെന്നും ശരിക്കും എനിക്കറിയാം. എന്നെ അതാരും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ബഹളം വെക്കുമ്പോൾ അടുത്ത് നിന്ന പിള്ള കൈ കൂപ്പിക്കൊണ്ട് ചന്ദ്രബോസിനോട് പറഞ്ഞു, സാറേ, ഒരിക്കലും വിഷ്ണു കുഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ. കുഞ്ഞിന് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാനാവില്ല. അത് കേട്ട ഉടനെ ചന്ദ്രബോസ് ചോദിച്ചു, താനാരാ? ഇങ്ങനെയൊക്കെ പറയാൻ താൻ ആരാ ഇവിടുത്തെ എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ചന്ദ്രബോസിനോട് കൈ കൂപ്പിക്കൊണ്ട് തന്നെ രമണപിള്ള പറഞ്ഞു, ഞാനിവിടെ പിള്ള സാറിന്റെ കൂടെ നിൽക്കുന്ന എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടതും ചന്ദ്രബോസ് ഉടനെ രമണപിള്ളയെ നോക്കിയിട്ട് പറഞ്ഞു, അത് ശരി, അപ്പോ ഇവിടുത്തെ കാര്യസ്ഥൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? ആ, കൊള്ളാം. എന്തായാലും പണവും പ്രതാപവും എല്ലാം നഷ്ടപ്പെട്ടു, എന്നിട്ടും ഇതുപോലുള്ള പ്രവൃത്തികൾക്കൊന്നും യാതൊരു കുറവുമില്ല. കൊള്ളാം. എന്തായാലും നഷ്ടപ്പെട്ട പ്രതാപമൊക്കെ അതൊക്കെ വീണ്ടെടുക്കാമെന്നുള്ള ഒരു മോഹം നിങ്ങൾക്കുണ്ടാകും. അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കുന്നതോടൊപ്പം നിങ്ങളുടെ മനസ്സിൽ ചില സ്വപ്നങ്ങൾ നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മര്യാദയ്ക്ക് അവനെ വിളിച്ചോ. അവൻ എവിടെയാണ് ആ ആഭരണങ്ങൾ ഒളിപ്പിച്ചതെന്ന് വെച്ചാൽ അവനോട് പറ. എവിടെയാണെന്ന് എത്രയും വേഗം പറയാൻ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതും ഉടനെ രാഘവൻ പറഞ്ഞു, ഇല്ല സാറേ, എൻ്റെ മോൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. അപ്പോഴേക്കും രാഘവൻ നായരുടെ കോളറിന് കയറി പിടിക്കുകയാണ് ചന്ദ്രബോസ്. അത് ശരി, അപ്പോ അവനെ കിട്ടിയില്ലെങ്കിൽ തൽക്കാലം അവന് പകരം താൻ വന്നാ മതിയുടെ ജയിലിലേക്ക്. എന്താ, തന്നെ കൊണ്ട് ലോക്കപ്പിലിടട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് രാഘവൻ നായർക്ക് നേരെ തട്ടിക്കയറുമ്പോൾ ഇത് കണ്ട് അപ്പുറത്ത് നിന്ന സത്യഭാമ പറഞ്ഞു, മേലാത്ത ആളാണ് സാറേ, ആ പാവത്തിനെ വിട്ടേക്ക്. അത് കേട്ടതും ചന്ദ്രബോസ് സത്യഭാമയെ നോക്കി, സാറേ എന്നുള്ള വിളി അതെന്തായാലും കൊള്ളാം. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മുമ്പ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്തായാലും കാലമെല്ലാം മാറി വന്നിരിക്കുകയല്ലേ. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ചില വിളികളൊക്കെ എന്തുകൊണ്ടും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിരിക്കട്ടെ, അവൻ എവിടേക്കാ പോയത്? മര്യാദയ്ക്ക് അവനോട് പിടിതരാൻ പറഞ്ഞു. അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഈ വയസ്സാം കാലത്ത് നിങ്ങൾ അച്ഛനെയും അമ്മയെയും ഞാൻ അവന്റെ ബലിച്ചോറ് ഊട്ടിക്കും. എന്താ, വേണോ? അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ ചന്ദ്രബോസിന്റെ സംസാരം കേട്ട് രാഘവൻ നായർ പറഞ്ഞു, സാറേ, എന്റെ മോൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല, അത് എനിക്ക് ഉറപ്പാണ് എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, തനിക്ക് ഉറപ്പുണ്ടാവും, പക്ഷെ അവൻ ചെയ്ത പ്രവൃത്തി എന്താന്ന് ഞങ്ങൾക്കറിയാം. ഒരു കാര്യം പറഞ്ഞേക്കാം, എത്രയും വേഗം അവനോട് ആഭരണങ്ങൾ തിരിച്ചു കൊണ്ട് തരാൻ പറ. അതാണ് നല്ലത്. പിന്നെ അവന്റെ സ്വഭാവ മഹിമയെക്കുറിച്ച് നിങ്ങൾ കൂടുതലൊന്നും എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കണ്ട. എനിക്കറിയാവുന്നിടത്തോളം അറിയാൻ മേലാതെയൊന്നും അല്ലല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നത്. മനസ്സിലായല്ലോ? അവന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് എനിക്കറിയാം. എന്തായാലും നിങ്ങൾ ഭാഗ്യം ചെയ്ത അച്ഛനമ്മമാരാണ്. കാരണം മരുമകളാണെങ്കിൽ കളക്ടർ ആയതുകൊണ്ട് ഫുൾ ടൈം പോലീസ് പ്രൊട്ടക്ഷനോടെയാണ് നടക്കുന്നത്. അതിൽ കൂടുതൽ പോലീസ് ഫോഴ്സ് വേണമെങ്കിൽ ആവശ്യപ്പെടുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോ മകനുമായി. മകനും പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ.
സത്യത്തിൽ അത് മറ്റൊരു തരത്തിലാണെങ്കിൽ പോലും രണ്ടുപേർക്കും പ്രൊട്ടക്ഷൻ നൽകി ഈ പോലീസുകാർ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ചന്ദ്രബോസ് വിഷ്ണുവിനെ കളിയാക്കിക്കൊണ്ട് ചിരിക്കണം. ഇതെല്ലാം കേട്ട് നിന്ന് രാഘവൻ നായരും സത്യഭാമയും ആകെ വിഷമിച്ചങ്ങ് നിൽക്കുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു, സർ, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്. എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, പഠിക്കാൻ സ്കൂളിൽ പോകുന്ന നേരത്ത് അരിയിൽ ഒരു പേനാക്കത്തി തിരികെ കൊടുത്ത് അന്ന് പലിശയ്ക്ക് പണം പിരിക്കാനായി പോകാൻ പറഞ്ഞു വിട്ട സത്യഭാമയുടെ മകനല്ലേ വിഷ്ണു. അതുകൊണ്ട് തന്നെ അവൻ ഇതല്ല ഇതിലപ്പുറവും കാണിക്കും എന്ന് രാഘവൻ നായരോട് സത്യഭാമ വളരെ കയർത്ത് സംസാരിച്ചു. എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയ പോലീസുകാരോട് അവിടെ നിന്നുകൊണ്ട് ചന്ദ്രബോസ് പറഞ്ഞു, അതെ, എല്ലാം വലിച്ചു വാരിയിട്ട് പരിശോധിക്ക്. അവൻ എവിടെയാ അതുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കണ്ടെത്തണല്ലോ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണമാണ് അവൻ കാരണം മുടങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞ് സത്യഭാമയുടെയും രാഘവനാരുടെയും മുന്നിൽ വെച്ച് വിഷ്ണു ഒരു കള്ളനാണെന്നുള്ള രീതിയിൽ ചന്ദ്രബോസ് സംസാരിക്കുന്നു. ചന്ദ്രബോസിന്റെ ആ സംസാരം കേട്ടതോടെ ഉടനെ സത്യഭാമയും വിഷ്ണുവും സത്യഭാമയുടെ മുന്നിൽ വെച്ച് വിഷ്ണുവിനെ മോശക്കാരനാക്കി സംസാരിച്ച ചന്ദ്രബോസിനോട് സത്യഭാമ പറഞ്ഞു, സാറ് പറഞ്ഞതൊക്കെ ശരി തന്നെയാ. മുമ്പ് രാജാവിനെ പോലെ വാണിരുന്ന ആളുകളാണ് ഞങ്ങൾ. അന്നത്തെ അവസ്ഥയിൽ ഇപ്പോൾ മാറ്റം ഉണ്ടായിട്ടുണ്ട്, അത് ശരി തന്നെയാണ്. എന്നാൽ പ്രതാപം പോയെങ്കിലും ഞങ്ങളുടെ അഭിമാനം ആരും പണയം വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അന്ന് സാറ് പറഞ്ഞില്ലേ ആ പേനാക്കത്തിയുടെ കാര്യം, അത് ഇപ്പോഴും ഞാൻ എൻ്റെ തലയിണ കീഴിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എന്റെ മകന്റെ കയ്യിൽ എടുത്തു കൊടുത്ത് പഴയ ജോലി വീണ്ടും തുടർന്നോളാൻ അവനോട് പറഞ്ഞാൽ മുമ്പത്തേക്കാൾ ഏറെ ആവേശത്തിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അവൻ ആ ജോലി തുടരും. എന്താ അത് വേണമെന്നുണ്ടോ സാറിന് എന്ന് സത്യഭാമ ചന്ദ്രബോസിനോട് ചോദിക്കുമ്പോ ഇത് കേട്ട ചന്ദ്രബോസ് പറഞ്ഞു, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവനെ കൈ കിട്ടുന്നത് വരെ ഇയാളെ അങ്ങ് ഞാൻ എടുത്തോണ്ട് പോയി ഇയാളെ അവിടെ ലോക്കപ്പിലങ്ങിടും. എന്താ അത് വേണോ എന്ന് രാഘവൻ നായരെ പിടിച്ചുകൊണ്ട് ചന്ദ്രബോസ് ചോദിച്ചു. ഇത് കേട്ടതും സത്യഭാമ പറഞ്ഞു, സാറേ, ആ പാവ മനുഷ്യനെ വിട്ടേക്ക്. അദ്ദേഹം ഒരു അസുഖക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നേരെ വേണ്ട സാറിന്റെ പരാക്രമം എന്ന് സത്യഭാമ ചന്ദ്രബോസിനോട് അറിയിച്ചു. അപ്പോഴേക്കും അന്വേഷിക്കാനായി എത്തിയ പോലീസുകാർ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സാർ, അകത്തൊന്നും ഇല്ല സാർ, ഞങ്ങൾ എല്ലായിടവും പരിശോധിച്ചു, അതിനകത്ത് ഒന്നും തന്നെ ഇല്ല. അത് കേട്ടതും ചന്ദ്രബോസ് വളരെ ദേഷ്യത്തോടെ സത്യഭാമയെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മകൻ എവിടെയാണ് അതുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചതെന്ന് വെച്ചാൽ അത് വേഗം പറഞ്ഞു, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ മകന് ഇനി വരാൻ പോകുന്ന മകന്റെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രത്തോളം ദയനീയമായിരിക്കും എന്ന് സത്യഭാമയെ നോക്കി ചന്ദ്രബോസ് പറയുന്നത് കേട്ട് സത്യഭാമ പറഞ്ഞു, സാറേ, എന്റെ മോൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു, എന്തായാലും എത്രയും വേഗം അവനോട് സ്റ്റേഷനിൽ വന്ന് സറണ്ടർ ആയിക്കോളാൻ പറ. ഞങ്ങൾ അവനെ പിടികൂടിയാൽ ഇതായിരിക്കില്ല, കയ്യിൽ കിട്ടാവുന്ന എല്ലാ കേസുകളും ഞാൻ അവന്റെ തലയിൽ കയറ്റും, നോക്കിക്കോ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് ചന്ദ്രബോസ് ഈ വെല്ലുവിളിയെല്ലാം നടത്തുമ്പോൾ ഇതൊന്നും അറിയാതെ വിഷ്ണുവും ശാലിനിയും പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ട് ആ പ്രകൃതിയുടെ ആ മനോഹാരിതയിൽ അവർ സ്വയം അലിഞ്ഞ് അവർ പോലും പരസ്പരം മറന്നുകൊണ്ട് അങ്ങനെ അവരുടെ പഴയ കഥകൾ പറഞ്ഞ് പങ്കിട്ട് അവർ സന്തോഷത്തോടെ ആ ടെന്റിന് വെളിയിൽ കുട്ടികളെ ടെന്റിനുള്ളിലാക്കി അവരുടേതായ ലോകത്ത് പുറത്തവരങ്ങനെ കഴിയുമ്പോൾ ടെന്റിനുള്ളിൽ കിടന്നുറങ്ങുന്ന സത്യയും പപ്പിയും ഉറക്കം വരാതെ പരസ്പരം രണ്ടുപേരും വിളിച്ചു. സത്യ പപ്പിയെ വിളിച്ചു, പപ്പി, നീ ഉറങ്ങിയോ? അത് കേട്ടതും പപ്പി കണ്ണു തുറന്നിട്ട് പറഞ്ഞു, ഇല്ല, ഉറക്കം വരുന്നില്ല. അതെന്താ, നീ എന്താ ആലോചിച്ചത് എന്ന് സത്യ അന്വേഷിച്ചതും പപ്പി പറഞ്ഞു, ഞാൻ അച്ഛനെയും അമ്മയും കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അപ്പോഴേക്കും സത്യ മുകളിൽ കണ്ട കാഴ്ച കണ്ടിട്ട് പറഞ്ഞു, പപ്പി, ദാ അങ്ങോട്ട് നോക്കിയേ, അത് കണ്ടോ എന്ന് പറഞ്ഞ് ആകാശത്തെ ആ നക്ഷത്രങ്ങളെ മുഴുവൻ ചൂണ്ടിക്കാണിച്ചു. അപ്പോഴേക്കും പപ്പി പറഞ്ഞു, ദാ അപ്പുറത്തേക്ക് നോക്കിയേ, അതുകൊണ്ടോ മിന്നാമിനുങ്ങള് എന്ന് പറഞ്ഞതും സത്യ വേഗം എഴുന്നേറ്റു. രണ്ടുപേരും ആ കാഴ്ചകൾ കണ്ട് വേഗം എഴുന്നേറ്റ് നോക്കുമ്പോ അവിടെ ആ തേയിലത്തോട്ടത്തിന് മുകളിലായി കുറെ മിന്നാമിനുങ്ങിൻ കൂട്ടം ആ മിന്നാമിനുങ്ങിൻ പറ്റം അവിടെ നിന്ന് നല്ല ഭംഗിയായിട്ട് അങ്ങനെ മിന്നി തിളങ്ങുന്ന കാഴ്ച കണ്ടതും സത്യ പറഞ്ഞു, ദാ എനിക്കിതിനേക്കാൾ ഏറെ ഇഷ്ടപ്പെട്ടത് ആ മിന്നാമിനുങ്ങിന്റെ കൂട്ടത്തെയാണ്, നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കിയാലോ പപ്പി എന്ന് സത്യ തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് കേട്ടതും ഉടനെ തന്നെ പപ്പി പറഞ്ഞു, അയ്യോ, ഇപ്പൊ പോണോ? നമുക്ക് ചേച്ചിയമ്മയോടും വിഷ്ണുവിനോടും പറഞ്ഞിട്ട് പോകാം. അല്ല, അവർക്ക് എന്താ ഇതിനു മാത്രം പറയാനുള്ളത് എന്ന് പപ്പി സംശയത്തോടെ സത്യയോട് ചോദിച്ചു.
ആർക്കറിയാം. എന്തായാലും ഇപ്പൊ അവരോട് നമുക്ക് ചോദിക്കാൻ പോകണ്ട. നമ്മൾ ചോദിക്കാൻ ചെല്ലുമ്പോ പോകണ്ടെന്ന് പറഞ്ഞാലോ? നമുക്കെന്തായാലും അവരറിയാതെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം പപ്പി. പപ്പി എന്റെ കൂടെ വാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പപ്പിക്കാകെ ആശങ്കയായി. പോണോ സത്യേ എന്ന് ചോദിച്ചതും, ദേ ഇങ്ങനെ നോക്കി നിന്നാ അവരതിന്റെ വഴിക്ക് പോകും കേട്ടോ. വാ നമുക്ക് പോയി നോക്കാം, എത്ര പേരുണ്ടെന്നൊക്കെ നോക്കാം. വാ സത്യേ, വാ പപ്പി എന്ന് പറഞ്ഞ് സത്യ നിർബന്ധിച്ചു. അവസാനം പപ്പി സത്യയുടെ നിർബന്ധത്തിന് വഴങ്ങി പോകാമെന്ന് തീരുമാനിക്കുന്നു. രണ്ടു കുട്ടികളും കൂടി ടെന്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി നടന്നു പോകുന്നത് സത്യയും പപ്പിയും പോകുന്ന കാഴ്ച വിഷ്ണുവും ശാലിനിയും കാണാതെ പോകുന്നു. രണ്ടുപേരും അപ്പോൾ കുട്ടികൾ കണ്ടതുപോലെ ആകാശത്ത് കണ്ട ആ നക്ഷത്രങ്ങളെ നോക്കുകയായിരുന്നു. അവിടെ ഒരു കൂട്ടം നക്ഷത്രങ്ങൾ അങ്ങനെ നിൽക്കുന്ന കണ്ട് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു, കണ്ടില്ലേ വിഷ്ണുവേട്ടാ, ആ നക്ഷത്രങ്ങൾ നമ്മളെ നോക്കി കണ്ണു ചിമ്മുന്നത് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, നമ്മളെ പോലെ പ്രണയിച്ച് പ്രണയത്തിന്റെ ആഴത്തിലേക്ക് പോയി അവര് പരസ്പരം അകന്നു പോകാനാകാതെ അവരങ്ങനെ പ്രണയിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളായിരിക്കും. അതുകൊണ്ടാണ് അവർ നമ്മളെ നോക്കി കണ്ണു ചിമ്മുന്നതെന്ന്. അപ്പോഴേക്കും അപ്പുറത്ത് മാറി ഒന്ന് രണ്ട് നക്ഷത്രം നിൽക്കുന്ന കണ്ടതോടെ വിഷ്ണു പറഞ്ഞു, ദാ അപ്പുറത്തേക്ക് മാറി നിൽക്കുന്ന കണ്ടോ രണ്ട് നക്ഷത്രം, ആ നക്ഷത്രങ്ങളെ നോക്കി എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, ആ എന്നാ പിന്നെ സംശയിക്കണ്ട, അത് നമ്മുടെ സുസ്മിതയും ചന്ദ്രബോസുമാണ്. അത് കേട്ടതും ശാലിനി ചിരിച്ചു. അതെ, നമ്മളെ പിന്നാലെ വരുന്നത് പോലെ ആ പാവ നക്ഷത്രങ്ങളെയും അവരെ പരസ്പരം സ്നേഹിക്കാതെ അവരെ പരസ്പരം ഒന്നിക്കാതിരിക്കാനായി അവരുടെ പിന്നാലെ കൂടിയിരിക്കുന്നതായിരിക്കും ആ നക്ഷത്രങ്ങളും എന്ന് പറഞ്ഞപ്പോ ശാലിനി ചിരിച്ചു. ഉടനെ ശാലിനി പറഞ്ഞു, ഒരു കണക്കിന് അവര് നമ്മളെ സഹായിക്കുകയല്ലേ വിഷ്ണുവേട്ട ചെയ്തത്. അത് കേട്ടതും വിഷ്ണു ചോദിച്ചു, അതെന്താ ശാലിനി താൻ അങ്ങനെ പറഞ്ഞത്? അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അത് വേറൊന്നുമല്ല വിഷ്ണുവേട്ടാ, അവരിങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണല്ലോ ഇപ്പോ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായത്. ഇങ്ങനെ ഒന്നിച്ച് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ, ഒരുമിച്ച് ഒരു ദിവസമെങ്കിലും ഒന്നിച്ച് കഴിയാനുള്ള ഒരു അവസരം കിട്ടിയത് എന്ന് പറഞ്ഞു. ശാലിനി ആ പറഞ്ഞ വാക്കുകൾ കേട്ട് വിഷ്ണു പറഞ്ഞു, എടോ, എന്റെ മനസ്സിൽ ഒത്തിരി മോഹങ്ങളുണ്ട്. ഈ ആകാശത്തേക്ക് നോക്കിക്കിടക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒത്തിരി ആഗ്രഹങ്ങളാണ്. അത് വേറൊന്നുമല്ല, എൻ്റെ വീട്, എനിക്ക് നഷ്ടപ്പെട്ട ആ വീട്, നമുക്ക് കൈവിട്ടു പോയ ആ വീട് തിരികെ പിടിക്കണം. അത് എത്രയും വേഗം തിരികെ നേടിയേ തീരൂ. അവരുടെ കയ്യിൽ നിന്ന് അത് നമുക്ക് കൈക്കലാക്കിയേ തീരൂ. ആ വീട്, അവിടെ കിടന്ന് എത്ര സ്വപ്നം കണ്ടതാ ഞാൻ, എത്രത്തോളം ആ വീട്ടിൽ കിടന്ന് സ്വപ്നങ്ങൾ നെയ്തിട്ടുള്ളതാ. ആ വീട്ടിൽ ഉറങ്ങുമ്പോഴും മറ്റും ആ സ്വപ്ന ലോകത്തായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്വപ്നം അത് ഇനിയും നിലനിർത്തിക്കൊണ്ടു പോകണം. അതെന്നും എൻ്റെ മനസ്സിൽ ഉള്ള ഏറ്റവും വലിയ മോഹവും കൂടിയാണ്. അതുകൊണ്ട് ആ സ്വപ്നത്തെ ജീവിക്കാൻ, ആ സ്വപ്നം സഫലമാക്കാനായിട്ട് ഇനി ആ വീട് എനിക്ക് തിരികെ നേടിയേ തീരൂ. അതോടൊപ്പം പല ആഗ്രഹങ്ങളുമുണ്ട്. നമ്മൾ ഒന്നിച്ചൊരു ജീവിതം, നമ്മുടെ മക്കൾ, അങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഈ മനസ്സിനുള്ളിലുണ്ട് എന്ന് ശാലിനിയോട് വിഷ്ണു അറിയിച്ചു. ഇതെല്ലാം കേട്ടതും ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ, അങ്ങനെ നിരാശനാകരുത്. പണ്ടെവിടെയോ വായിച്ചപ്പോ നല്ല വാക്കാണെന്ന് തോന്നി ഞാനത് മനസ്സിൽ കൊണ്ടു നടന്ന ആ വാക്യമാണ്. വേറൊന്നുമല്ല, കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു പോകട്ടെ. ഇതുവരെ സഞ്ചരിച്ച ദൂരം അത് കഴിഞ്ഞു. ഇനി ഇതിനേക്കാൾ ഏറെയാണ് ഇനി നമുക്ക് സഞ്ചരിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ വഴിയിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നേടാൻ കഴിയും. അത്രമാത്രം ചിന്തിച്ചാൽ മതി എന്ന് ശാലിനി വിഷ്ണുവിനെ സമാധാനപ്പെടുത്തി. കുട്ടികൾ അപ്പോഴേക്കും അവരുടെ കൺമുന്നിൽ നിന്ന് മറിഞ്ഞു കഴിഞ്ഞു. പിന്നീട് കാണുന്നത് ചന്ദ്രബോസ് രാഘവൻ നായരുടെ വീട്ടിൽ വന്ന് ഇത്തരം പരാക്രമങ്ങളൊക്കെ കാട്ടിയപ്പോൾ രാഘവൻ നായരുടെ മനസ്സ് ആകെ അസ്വസ്ഥമായി. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ തിരികെ വന്നില്ലെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും കേസിൽ കൊടുക്കണമെന്ന ചിന്തയോടെയാണ് ആ ചന്ദ്രബോസ് നടക്കുന്നത്. ഇനിയും അവർ മടങ്ങി വന്നില്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ അവൻ തിരികെ എത്തിയാലേ സാധിക്കൂ എന്ന് പറയുമ്പോൾ സത്യഭാമ പറഞ്ഞു, എൻ്റെ രാഘവേട്ട, എത്ര നാളായി നമ്മൾ ഈ പ്രശ്നങ്ങളിൽ ചെന്ന് ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്നു. വിഷ്ണുവിനോടും നമ്മളോടുമുള്ള ആ സുസ്മിതയുടെയും ചന്ദ്രബോസിന്റെയും പക അത് എത്രത്തോളമാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്തെങ്കിലും ഒന്ന് കിട്ടാനായി ആ ചന്ദ്രബോസും സുസ്മിതയും. അങ്ങനെയുള്ളപ്പോ നമ്മുടെ മകനോടുള്ള പക മുഴുവൻ അവർ ഈ കേസിലൂടെ തീർക്കും. അതുകൊണ്ട് എങ്ങനെയും അവരുടെ കയ്യിൽ പെടാതെ അവൻ രക്ഷപ്പെട്ടേ തീരൂ എന്ന് രാഘവൻ എന്ന സങ്കടത്തോടെ പറയുമ്പോൾ സത്യഭാമ ഭഗവാനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഭഗവാനെ, എത്രയെല്ലാം പ്രതിസന്ധികൾ നിനക്ക് നിഷ്പ്രയാസം തരണം ചെയ്യാൻ കഴിയുന്നവനാണ്. ഇനിയും ഞങ്ങളോടുള്ള ഈ പരീക്ഷണങ്ങൾ അവസാനിച്ചില്ലേ? ഇനിയും ഞങ്ങളെ നീ ഇങ്ങനെ പരീക്ഷിക്കാതിരുന്നൂടെ എന്ന് പ്രാർത്ഥനയോടെ സത്യഭാമ കൈകൂപ്പി അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നൂർജഹാന്റെ തിരോധാനത്തെക്കുറിച്ച്, നൂർജഹാനും അനൂപും ഒളിച്ചോടി പോയതിനെ കുറിച്ചുള്ള സംസാരമായിരുന്നു സുബൈറിന്റെ വീട്ടിൽ നടക്കുന്നത്.
അവരുടെ മതത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ നൂർജഹാന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായി ആ വീട്ടിലേക്ക് എത്തി. നാസറിനോട് കാര്യങ്ങൾ അവർ അന്വേഷിച്ചു. നൂർജഹാൻ ഇവിടെ നിന്ന് പോയത് എന്ത് കാരണത്താലാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? നൂർജഹാനെ കാണാതായതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? ഇങ്ങനെ ഒരു വിവാഹ നിശ്ചയം നടത്തിയ സ്ഥിതിക്ക്, ഇങ്ങനെ ഒരു വിവാഹം തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഇതുപോലെ ഒരു യാത്ര, അതും മറ്റാരോടും പറയാതെ നൂർജഹാൻ ഇങ്ങനെ പോയെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുകയില്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ അബൂബക്കർ പറഞ്ഞു, അതെ, എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമുദായത്തിൽ ഇതുപോലൊരു അപമാനം നമുക്ക് ഉണ്ടാകാൻ വേറെയില്ല. അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ അവളെ അന്വേഷിച്ച് പോകേണ്ട എന്നതാണ് എന്റെ തീരുമാനം. കാരണം നമ്മുടെ തറവാടിന്റെ ഈ അന്തസ്സിനെ ഇല്ലാതാക്കാനാണ് അവൾ ഇറങ്ങി പുറപ്പെട്ടത്. അങ്ങനെയുള്ളവളെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത്, അതെ, ഇന്നല്ലെങ്കിൽ നാളെ സുബൈർ എഴുന്നേറ്റ് വരുമ്പോ എന്റെ മകൾ എവിടെയെന്ന് നമ്മളോട് ചോദിച്ചാൽ എന്ത് മറുപടിയാ നൽകാനുണ്ടാവുക? അതുകൊണ്ട് നൂർജഹാന്റെ കാര്യത്തിൽ അന്വേഷണം വേണ്ട എന്നത് ശരിയായ നടപടിയല്ല. അല്ല സുബൈദ, ഇവരുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയല്ലേ? ആ വിവാഹത്തിന് നൂർജഹാന് പൂർണ്ണ സമ്മതമായിരുന്നോ? അത് ചോദിച്ചതും സുബൈദ ആകെ ടെൻഷനോടെ, അത് പിന്നെ സമ്മതമാണോ എന്ന് ചോദിച്ചാൽ എന്നിങ്ങനെ തപ്പിത്തടഞ്ഞ സുബൈദ മറുപടി പറയാനൊരുങ്ങുമ്പോ ഇത് കണ്ടുനിന്ന അബൂബക്കറിന് കാര്യം മനസ്സിലായി. ഉടൻ തന്നെ അബൂബക്കർ പറഞ്ഞു, അതെന്റെക്ക എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെയുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പെൺകുട്ടിയുടെ തീരുമാനത്തെ, പെൺകുട്ടിയുടെ അഭിപ്രായത്തെ നമ്മൾ ആരും നോക്കാറില്ലല്ലോ. നമ്മളുടെ ഇതുപോലെയുള്ള തറവാടുകളിൽ അങ്ങനെ ഒരു തീരുമാനം ആരും ആ പെൺകുട്ടിയോട് ചോദിച്ച് എടുക്കാറുമുണ്ട് ഇല്ലല്ലോ, അങ്ങനെ ഒരു പതിവില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അത് കേട്ട അദ്ദേഹം പറഞ്ഞു, അതെ, ഇവിടെ പക്ഷേ നൂർജഹാനെ കാണാനില്ല എന്നതിന്റെ കാരണം എന്താണെന്ന് ആദ്യം കണ്ടെത്തണം. നൂർജഹാന് ഈ വിവാഹത്തിന് സമ്മതമല്ല അങ്ങനെ എന്തെങ്കിലും സുബൈദയോട് പറഞ്ഞിട്ടുണ്ടോ? ഇനി ഏതെങ്കിലും രീതിയിൽ അവളുടെ വിയോജിപ്പ് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ എന്ന് സുബൈദയോട് നൂർജഹാനെ കുറിച്ച് അദ്ദേഹം അന്വേഷിക്കുമ്പോ മറുപടി എന്താ പറയണമെന്ന ആശങ്കയിൽ സുബൈദ എല്ലാവരെയും നോക്കിയിരുന്നു. പിന്നീടാണ് വിഷ്ണുവും ശാലിനിയും കുട്ടികളെ നോക്കാനായി ടെന്റിനരികിലേക്ക് എത്തിയത്. നേരം പുലർന്നു കഴിഞ്ഞപ്പോ കുട്ടികൾ എഴുന്നേറ്റോ എന്നറിയാനായി ശാലിനി വന്ന് ടെന്റ് തുറന്നു നോക്കുമ്പോ ടെന്റിനുള്ളിൽ കുട്ടികളില്ല എന്നത് കണ്ടു. അത് തുറന്നു കിടക്കുകയാണ് എന്നുകൂടി കണ്ടതോടെ ശാലിനിക്ക് ആകെ ടെൻഷനായി. ഓടി വന്ന് വിഷ്ണുവിനെ വിളിച്ചുണർത്തി. വിഷ്ണുവേട്ടാ, മക്കളെ കാണുന്നില്ല. അത് കേട്ടതും ആകെ ടെൻഷനോടെ നോക്കുകയാണ് വിഷ്ണു. കാണുന്നില്ലെന്നോ? അവരെവിടെ പോയി എന്ന് ചോദിച്ചപ്പോ അറിയില്ല വിഷ്ണുവേട്ടാ, ടെന്റിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അയ്യോ എന്റെ മക്കൾ എന്ന് സങ്കടത്തോടെ ശാലിനി വിഷ്ണുവിനെ നോക്കി നിലവിളിച്ചു. രണ്ടുപേരെയും കാണാതായതിൽ വല്ലാത്ത ടെൻഷനായി ഇരുവർക്കും. മക്കൾ എവിടേക്കാണ് പോയതെന്ന് യാതൊരു ഊഹവുമില്ലാത്ത സ്ഥിതിക്ക് ഈ കാട്ടിലേക്ക് എവിടേക്ക് അവര് പോയി? ഇനി ആരെങ്കിലും മക്കളെ തട്ടിക്കൊണ്ടു പോയോ? അതോ വല്ലോ മൃഗങ്ങളുടെയും കയ്യിൽ അകപ്പെട്ടോ? അങ്ങനെയുള്ള 1000 ചോദ്യങ്ങൾ അവരുടെ മനസ്സിനെ കുഴപ്പിച്ചു. അപ്പോഴാണ് വിഷ്ണുവിനെ കുറിച്ച് അന്വേഷിക്കാനായി നേരെ ശാലിനിയുടെ വീട്ടിലേക്ക്, ശാരദാമ്മയുടെ വീട്ടിലേക്ക് ചന്ദ്രബോസും സംഘവും എത്തുന്നത്. അവരുടെ വണ്ടി വരുന്നുവെന്ന് കണ്ടതോടെ ശാരദാമ്മ വേഗം ഓടി വന്ന് അനൂപിന്റെ അരികിലേക്ക് എത്തി. അനൂപ് ബാംഗ്ലൂരിലേക്ക് പോകുന്നതിനെ കുറിച്ച് നൂർജഹാനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശാരദാമ്മ അവിടേക്ക് എത്തിയത്. ബാംഗ്ലൂരിലേക്ക് താൻ പോവുകയാണെന്ന് അനൂപ് പറഞ്ഞപ്പോ അത് കേട്ട ശാരദാമ്മ ചോദിച്ചു, അല്ല, നീ നൂറിനെ ഇവിടെ തനിച്ചാക്കി നീ മാത്രം ബാംഗ്ലൂരിലേക്ക് പോയാൽ അതെങ്ങനെ ശരിയാകും എന്ന് നൂർജഹാന്റെ മനസ്സിലെ ആശങ്കയും ആ മുഖത്തെ വിഷമവും കണ്ടുകൊണ്ട് ശാരദാമ്മ അന്വേഷിച്ചു. അപ്പോഴാണ് പുറത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ശാരദാമ്മ അവിടേക്ക് വന്ന് നോക്കിയത്. അത് പോലീസാണെന്ന് കണ്ടതോടെ ശാരദാമ്മ വേഗം തന്നെ അനൂപിന്റെയും നൂർജഹാന്റെ അരികിലേക്ക് ഓടിയെത്തി. അതെ, നിങ്ങൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല, നിങ്ങൾ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വേഗം അകത്ത് ഉള്ളിലേക്കുള്ള ആ റൂമിനരികിലേക്ക് ശാരദാമ്മ ഇരുവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. തൽക്കാലം ഇവിടെ നിന്നാൽ മതി. ആരെങ്കിലും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും വേണ്ടത് ചെയ്തോളാം. ഒരു കാരണവശാലും ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞ് ഇരുവരെയും അതിനകത്ത് കയറ്റി നിർത്തിയിട്ട് ശാരദാമ്മ വേഗം വാതിക്കലേക്ക് എത്തി. അപ്പോഴേക്കും അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ചന്ദ്രബോസ് കയറി വന്നു. ചന്ദ്രബോസിനെ കണ്ടതും ശാരദാമ്മ ചോദിച്ചു, എന്താ സാറേ ഈ സമയത്ത് എന്താ എന്ന് ചോദിച്ചപ്പോ, അതെ, അന്വേഷണത്തിന്റെ ഭാഗമായി ഏത് സമയത്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കയറി ചെല്ലാമല്ലോ ഞങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ശാരദാമ്മയോട് ചന്ദ്രബോസ് പറഞ്ഞു, അതെ ശാരദാമ്മേ, നിങ്ങളുടെ മരുമകനുണ്ടല്ലോ വിഷ്ണു, അവനെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം മുടക്കാനുള്ള പദ്ധതികളാണ് അവൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു പാവം പിടിച്ച ഒരു അച്ഛന്റെയും അമ്മയുടെയും മകളുടെ വിവാഹത്തിന് അവർ കരുതി വെച്ച സ്വരുക്കുട്ടി വെച്ച 30 പവനാണ് അവൻ അടിച്ചു മാറ്റിയിരിക്കുന്നത്. അതുമായിട്ട് അവനിപ്പോ ഒളിവിലും പോയിരിക്കുകയാണ്. അവനെ കയ്യിൽ കെട്ടാനായി ഞങ്ങൾ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. താമസിയാതെ അവൻ ഞങ്ങളുടെ വലയിൽ അകപ്പെടും. അവൻ എവിടേക്കാ പോയതെന്നും
അവനെ ആരോടൊപ്പമാണെന്നും നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. അത് അന്വേഷിക്കാനായിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയതെന്ന് പറഞ്ഞതും ശാരദാമ്മ അത് കേട്ടിട്ട് പറഞ്ഞു, ഓ അത് ശരി, അപ്പോ സാറ് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അല്ലെ? വിഷ്ണു അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അവന്റെ അവനൊരു കാരണവശാലും അങ്ങനെ ഒരു പ്രവൃത്തി അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. പിന്നെ സാറ് ഈ പറയുന്നത് കേട്ടിട്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സാറ് വിഷ്ണുവിനെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ? വിഷ്ണു ഒരിക്കലും അത്തരം ഒരു തെറ്റ് ചെയ്യില്ല, അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് ശാരദാമ്മ പറയുമ്പോ ഉടനെ ശാരദാമ്മയെ രൂക്ഷമായി നോക്കുകയാണ് ചന്ദ്രബോസ്. അതെ, നിങ്ങൾ അങ്ങനെ പറയും ശാരദാമ്മേ, പക്ഷേ അവനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, അവനെ വെറുതെ വിടില്ല. നിങ്ങള് നോക്കിയിരുന്നോ, അവൻ ഇനി പുറംലോകം കാണാൻ പോകുന്നില്ല. അവനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് കലിയോടെ അവിടെയെല്ലാം പരിശോധിക്കാനായി പോലീസുകാരോട് പറയുമ്പോ ശാരദാമ്മ പറഞ്ഞു, അതെ, ഞാൻ മാത്രമേ ഇപ്പൊ ഈ വീട്ടിലുള്ളൂ. ശാലിനിയും ഇവിടുന്ന് വിഷ്ണുവിനോടൊപ്പം പോയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം അറിഞ്ഞു വെച്ച് മനഃപൂർവ്വം നിങ്ങൾ ഈ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ നിയമ നടപടി ഉണ്ടായിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു സെർച്ച് നടത്താനായിട്ട് നിങ്ങളുടെ കയ്യിൽ അതിന്റെ പേപ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? കോടതിയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉത്തരവ് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടതും ശാരദാമ്മയുടെ ആ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയാനാകാതെ ആകെ കുഴഞ്ഞു നിൽക്കുകയാണ് ചന്ദ്രബോസ്. ഉടനെ ശാരദാമ്മ പറഞ്ഞു, സാറേ, ഒരു കളക്ടറുടെ അമ്മയായ എനിക്കും ഒരു സാധാരണ പൗരയായ എനിക്കും ഇതിൻ്റെതായ ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് ഈ നാട്ടിലെ നിയമവശങ്ങൾ ഏറെക്കുറെയൊക്കെ എനിക്കും അറിയാം സാറേ. അതുകൊണ്ട് സാറ് ഇങ്ങനെ ഒരു സെർച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇങ്ങനെ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ സാർ ആദ്യം പോയി അതിനുള്ള പേപ്പർ വാങ്ങിച്ചിട്ട് വാ, എന്നിട്ട് ഇങ്ങനെ ഒരു അന്വേഷണം നടത്താൻ ഞാൻ അനുവദിക്കാം എന്ന് പറഞ്ഞ് ശാരദാമ്മ ചന്ദ്രബോസിനെ കുഴപ്പത്തിലാക്കി. ആ വാക്കുകൾ കേട്ടതോടെ സത്യഭാമയെ പോലെ ശാരദാമ്മയുടെ മുന്നിൽ തനിക്കങ്ങനെ നിന്ന് ശാരദാമ്മയുടെ വാക്കുകളെ ചെറുത്തു നിൽക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയതോടെ ചന്ദ്രബോസ് താൻ ആ പേപ്പറുമായി ഉടനെ വന്നിരിക്കുമെന്നും ഇതിനുള്ള മറുപടി അപ്പോൾ നൽകാമെന്നും പറഞ്ഞ് പകയോടെ ചന്ദ്രബോസും സംഘവും അവിടുന്ന് പോകുന്നു.